ഇന്നത്തെ വചനചിന്ത പ്രാർത്ഥനയുടെ ആവശ്യകത. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചുകൂടുവാൻ പറ്റാത്തതും നിർബന്ധമായി ചെയ്യേണ്ടതുമായ പ്രക്രിയയാണ് പ്രാർത്ഥന എന്നത്. ഒരു പ്രാസംഗികൻ പ്രസംഗപീഠത്തിൽ നിൽക്കുമ്പോൾ പിശാച് അട്ടഹസിക്കുന്നു. ഒരു പ്രാർത്ഥനാ വീരൻ പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ വിറകൊള്ളുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവ് ശുശ്രൂഷയ്ക്ക് ശേഷം രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചിരുന്നു. പ്രാർത്ഥനയിൽ തുറക്കാത്ത വാതിലുകളില്ല, പ്രാർത്ഥനയാൽ തീരാത്ത പ്രശ്നങ്ങളില്ല, പ്രാർത്ഥനയാൽ അഴിയാത്ത ചങ്ങലകളില്ല. പ്രാർത്ഥന ദൈവത്തോടുള്ള സംഭാഷണമാണ്. മാർട്ടിൻ ലൂതർ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ എല്ലാ ദിവസവും 2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കും. ഒരു ദിവസം പ്രാർത്ഥന മുടങ്ങിയാൽ അതിൻ്റെ അടുത്ത ദിവസം ഇരട്ടി സമയമെടുത്ത് പ്രാർത്ഥിക്കും. മടുത്തു പോകാതെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മുടങ്ങുന്ന ദിവസം സാത്താൻ വിജയിക്കും. നാം ശക്തമായി പ്രാർത്ഥിച്ചാൽ പിശാച് പരാജയപ്പെടും. പ്രാർത്ഥനയുടെ പ്രതിഫലമായിട്ടല്ലാതെ ദൈവം യാതൊന്നും ചെയ്യുന്നില്ല. പ്രാർത്ഥന എന്ന പദത്തിന് ഇംഗ്ലീഷിൽ പ്രയർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രേ എന്ന് പറഞ്ഞാൽ പ്രൈസ്, സ്തുതി. ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് നാം ഏതു സമയവും ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്ന പദത്തിന് പ്രൈസ് എന്നെങ്കിൽ എന്ന പദത്തിന് റിപ്പൻറ്റൻസ്, മാനസാന്തരം. പ്രാർത്ഥനയിൽ അനുതാപമുണ്ടായിരിക്കണം. എന്ന പദത്തിന് ആസ്കിങ്, യാചന. നാം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ നാം കർത്താവിനോട് യാചിക്കുമ്പോൾ പുത്രനായ കർത്താവ് യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് യാചന ആവശ്യപ്പെടുന്നു. നമ്മുടെ യാചനകൾ ആവശ്യപ്പെടുവാൻ ഈ ലോകത്തിൽ ഒരേ ഒരു മധ്യസ്ഥനുണ്ടെങ്കിൽ അത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. അതിനാൽ യേശുവിനോട് ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങണം. നമ്മുടെ ദേഹം, ആത്മാവ് എന്നിവ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പൂർണ്ണമായി സമർപ്പിക്കണം. എന്നത് യീൽഡിംഗ് ആണ്, സമർപ്പണം. ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറന്നു ലഭിക്കും. ഭക്തനായ ഏലിയാവിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രാർത്ഥനയിൽ ഭക്തനായ ഏലിയാവിൻ്റെ ചുരുക്കം ചില പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്നും തീയിറങ്ങി യാഗപീഠത്തെയും മണ്ണിനെയും ദഹിപ്പിച്ച് കളഞ്ഞു. ഭക്തനായ ഏലിയാവിൻ്റെ പ്രാർത്ഥന വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയായിരുന്നു. ഭക്തനായ ഏലിയാവ് കർമ്മേലിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈമേഘം കണ്ടുവെങ്കിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ പ്രാർത്ഥനയിൽ ചില അടയാളങ്ങളെ ദൈവം കാണിക്കുവാനിടയാകും. ദാനിയേൽ 3 നേരവും കിളിവാതിൽ തുറന്ന് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധിയിൽ നാം ആരാധിക്കുവാൻ തയ്യാറായാൽ അസാധാരണമായ വിടുതലുകൾ സംഭവിക്കാനിടയാകും. അനുഗ്രഹിക്കപ്പെട്ട ഹന്ന കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനാലയത്തിൽ കടന്നു വരുന്നു. മറ്റുള്ളവർ ഹന്നയുടെ കണ്ണുനീരിൻ്റെ കാരണം അറിയുന്നില്ല. ഹന്നയെ കണ്ട് കരയുന്നവൾ വരുന്നുവെന്ന് മറ്റുള്ളവർ പരിഹസിച്ചിരിക്കാം. എന്നാൽ ഹന്നയെ കളിയാക്കിയവരുടെ മുൻപിൽ, ഹന്നയെ കുത്തി നോവിച്ചവരുടെ മുന്നിൽ ദൈവം ഹന്നയുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി പ്രാർത്ഥനയുടെ മറുപടിയായി ശമൂവേലിന് നൽകി മാനിച്ചുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ശ്രേഷ്ഠമായ മറുപടി നൽകി മാനിക്കുവാൻ ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. താങ്കളുടെ പ്രാർത്ഥന വൃഥാവല്ല. താങ്കളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 36-ാം തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നുണ്ട്: നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിപ്പിനെന്ന്. നാം പ്രാപ്തരാകുന്നത് പ്രാർത്ഥനയിലാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകൾ അറിഞ്ഞ് ബലഹീനതയിൽ കവിഞ്ഞൊഴുകുന്ന ദൈവശക്തി നമ്മുടെ മേൽ പകർന്ന് നമ്മെ ദൈവം ബലപ്പെടുത്തുവാനിടയാകും. ഭക്തനായ മോശ ഹോരേബ് പർവ്വതത്തിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവത്തെ കണ്ടു. ശേഷം ഭക്തനായ മോശയുടെ ജീവിതം പരിശോധിച്ചാൽ സീനായ് മലമുകളിൽ ദൈവസന്നിധിയിൽ 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച ഭക്തനായ മോശയുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം പകരുവാനിടയായി. മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറായ നമ്മെ അഭിഷേകത്താൽ നിറയ്ക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഭക്തനായ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ, ഭക്തനായ മോശ പ്രാർത്ഥിച്ചതുപോലെ, ഹന്ന
ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതുപോലെ ഈ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായി നമ്മെ ഏൽപ്പിച്ച് ഏകാഗ്രതയോടുകൂടെ ദൈവത്തെ മാത്രം ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ യേശു ക്രിസ്തുവേ, എൻ്റെ ആവശ്യങ്ങളൊക്കെയും അങ്ങ് അറിയുന്നുണ്ടല്ലോ. എന്നെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് നിറയ്ക്കണമേ. സ്വന്തം ശക്തിയാൽ എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയത്തില്ല. സകല പ്രതികൂലങ്ങളെയും സ്വർഗം മാറ്റണമേ. ഭക്തനായ മോശ ദൈവത്തോട് അപേക്ഷിച്ചതുപോലെ അപേക്ഷിക്കാമോ? ദൈവമേ, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ നയിക്കരുത് എന്ന്. തിരുസാന്നിധ്യം ചെങ്കടലിനെ പിളർന്നു മാറ്റും. പ്രാർത്ഥിക്കുന്ന ഏവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ കാണുവാൻ സാധിക്കും. ഈ നാളുകൾ മുന്നോട്ട് കാണപ്പെടുന്ന സകല തടസ്സങ്ങളെയും പ്രാർത്ഥിക്കുന്ന ഒരുവൻ്റെ മുന്നിൽ തുറക്കുന്നുണ്ടെങ്കിൽ വചനം ശ്രവിക്കുന്ന തങ്ങളുടെ മുന്നിൽ സകല അടയപ്പെട്ട വാതിലുകളും യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ഈ നാളുകളിൽ പ്രാർത്ഥനയുടെ മൂർച്ച കൂട്ടി മുന്നേറുവാൻ വചനം ശ്രവിക്കുന്ന ഏവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.